പന്തീരാങ്കാവ് കേസ് പുറത്തുവന്ന ആദ്യ നാൾ മുതൽ പോലീസിനെതിരെയും ആരോപണം ശക്തമായിരുന്നു. പ്രതിക്ക് പോലീസ് സഹായമെന്ന് പെൺകുട്ടിയുടെ കുടുംബം ആരോപിച്ചതിന് പിന്നാലെ ഇന്ന് രാവിലെ പ്രതി നാട് വിട്ടു എന്ന വാർത്ത പുറത്തുവന്നു. രാഹുൽ പി ഗോപാൽ ബംഗളൂരു വഴി സിംഗപ്പൂരിലേക്ക് കടന്നുവെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. കേസ് അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിലെ പ്രതി രാഹുൽ രാജ്യം വിട്ടുകഴിഞ്ഞു. ഒരു കാര്യം വ്യക്തം, രാഹുലിന് രാജ്യം വിടാനായത് പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിലെ ഒരു കൂട്ടം പോലീസ് ഉദ്യോഗസ്ഥർ ഒപ്പം നിന്നതുകൊണ്ട് മാത്രമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടും വരെ പോലീസ് അനങ്ങാപ്പാറ നയത്തിലായിരുന്നു എന്നതും വ്യക്തം. വിവാഹം കഴിഞ്ഞ് 7-ാം ദിവസം യുവതിയെ ക്രൂരമായി തല്ലിച്ചതച്ച ഭർത്താവിനാണ് പോലീസിന്റെ ഒത്താശ. പരാതിയിൽ നടപടിയെടുക്കാതെ ഒതുക്കി തീർക്കാൻ ശ്രമിച്ചതാണ് കോഴിക്കോട് പന്തീരാങ്കാവ് പോലീസ്. അനുനയവും ഉപദേശവും അസഹ്യമായപ്പോൾ താലിമാല പോലീസ് സ്റ്റേഷനിലെ മേശപ്പുറത്തേക്ക് യുവതിക്ക് വലിച്ചെറിയേണ്ടി വന്നു. ഇവിടുത്തെ ഏമാന്മാർ പ്രതിക്ക് വിദേശത്തേക്ക് കടക്കാൻ കൂട്ടുനിൽക്കുകയും ചെയ്തു. മൃദുഭാവേ ദൃഢകൃത്യ എന്നതാണ് കേരള പോലീസിന്റെ ആപ്തവാക്യം. പ്രതിയോട് മൃദുഭാവമെന്നാകാം പന്തീരങ്കാവ് പോലീസ് ധരിച്ചത്. വിമർശനം ശക്തമായപ്പോൾ പോലീസും ഉണർന്നു. അപ്പോഴേക്കും പ്രതി രാഹുൽ പി ഗോപാൽ ബംഗളൂരു വഴി സിംഗപ്പൂരിലേക്ക് കടന്നു കളഞ്ഞിരുന്നു. മർദ്ദനമേറ്റെന്ന പരാതിയുമായി യുവതിയും കുടുംബവും സ്റ്റേഷനിലെത്തിയത് ഈ മാസം 12-ന്. ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടതോടെ യുവതി ഫറോക്ക് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. യുവതിയുടെ നെറ്റിയിലും കഴുത്തിലും ചുണ്ടിലും പരുക്കുകളുണ്ടെന്നും വിദഗ്ധ ചികിത്സ വേണമെന്നും ഡോക്ടറുടെ കുറിപ്പടി. എന്നിട്ടും വധശ്രമത്തിന് കേസെടുക്കാൻ പോലീസ് തയ്യാറായില്ല. ഈ വീഴ്ചയുൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് പന്തീരാങ്കാവ് SHO AS സരിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരമേഖല IG K സേതുരാമൻ ഉത്തരവിറക്കിയത്. സിറ്റി പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ടിന് പിന്നാലെയാണ് നടപടി. തീരുമാനത്തിൽ സന്തോഷമെന്നും തങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ സത്യമെന്ന് തെളിഞ്ഞതായും നവവധുവിന്റെ പിതാവ്. കോഴിക്കോട് ACPയും അതിൽ നല്ല രീതിയിൽ ഇടപെട്ടതിന്റെ ഫലമായി അങ്ങനെ ചെയ്തതിൽ സന്തോഷമുണ്ട്. അത് മറ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് കൂടി അതൊരു പാഠമായിരിക്കണം. എന്റെ മകളുടെ മാനസികാവസ്ഥയും അത്രക്ക് വലുതായിരുന്നു. അത് ഉൾക്കൊള്ളാനായിട്ട് ആ പോലീസ് ഓഫീസർക്ക് സാധിച്ചില്ല. ഞാൻ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടും വളരെ ലാഘവ ബുദ്ധിയോടുകൂടിയാണ് അദ്ദേഹം കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ആ രാഹുൽ എന്ന് പറയുന്ന കക്ഷി ഇത്രയും ക്രൂരമായ മർദ്ദനം ചെയ്തത് വിശദമായിട്ട് പറഞ്ഞിട്ട് പോലും തീർച്ചയായിട്ടും അദ്ദേഹത്തിന് 307 വകുപ്പ് അല്ലെ 307 വകുപ്പ് അദ്ദേഹത്തിന് ഇടാമായിരുന്നു. അദ്ദേഹം മനഃപൂർവ്വം അത് ഇട്ടില്ല. അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം നൽകിയ പരാതിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടതോടെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കാനുള്ള തീരുമാനം. ഫറോക്ക് ACP സാജു K എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷണം ഏറ്റെടുത്തു. രാഹുലിനായി പോലീസ് ലുക്കൌട്ട് നോട്ടീസും പുറത്തിറക്കി. വിഷയത്തിൽ ഇടപെട്ട ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ 3 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാൻ DGPയോട് ആവശ്യപ്പെട്ടു. പോലീസിനെതിരെ പെൺകുട്ടിയുടെ കുടുംബം ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം ശരിവയ്ക്കുന്നതാണ് പന്തീരങ്കാവ് SHOയ്ക്ക് ലഭിച്ച സസ്പെൻഷൻ. പ്രതിയായ രാഹുൽ ഇത്ര എളുപ്പം എങ്ങനെ സിംഗപ്പൂരിലേക്ക് കടന്നു എന്നതാണ് ഇനി ഉത്തരം കിട്ടേണ്ട ചോദ്യം. കോഴിക്കോട് നിന്ന് ദീപക് ധർമ്മടത്തിനൊപ്പം അഭിജിത്ത് മുഴക്കുന്ന് 24. പൊതുജനം കഴുതയല്ല സാർ. ഇപ്പോൾ ദുഃഖകരമായൊരു വാർത്ത ടോബി ജോൺസൺ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കോട്ടയം ജില്ലയിൽ ഇല്ലിക്കൽ കല്ല് കാണാനെത്തിയ കുടുംബം സഞ്ചരിച്ച സ്കൂട്ടർ മറിഞ്ഞ് 1 വയസ്സുള്ള കുഞ്ഞു മരിച്ചു. എറണാകുളം സ്വദേശികളായ ഷിനിജ ഇർഷാദ് ദമ്പതികളുടെ മകൾ ഇൻസയാണ് മരിച്ചത്. ഉച്ചകഴിഞ്ഞ് 3:30 ആണ് ഈ അപകടമുണ്ടായത്. സ്കൂട്ടർ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു എന്നാണ് ടോബി ജോൺസൺ ഇപ്പോൾ അറിയിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.